അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ? എന്തിന്? എന്തിനാ? അല്ല, ഇവിടെ അല്ലേ ഗംഗ എല്ലാം ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? അല്ല, നമുക്കൊരു വീടുണ്ട്, അതിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, വേറെ വീടും കൂടെ ഉണ്ട്, എന്റെ വീട്. പിന്നെ നമുക്കൊരു കടയുണ്ട്. എല്ലാം ഇവിടെ ഇല്ലേ ഉള്ളത്? തിരുവനന്തപുരത്ത് നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ വിനീതട്ട കാര്യം? നമ്മുടെ സ്വന്തം നാടാ പുഷ്പവാടി. ഞാനും നീയൊക്കെ ജനിച്ച നാട്. അതിനിപ്പോ എന്താ? എല്ലാവരും അവര് ജനിച്ച നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? അല്ല, സിറ്റിയിലുള്ളവർ പോലും നാട് കാണാൻ ഇങ്ങോട്ടാ വരുന്നത്. ഗംഗേ, എത്ര തിരുവനന്തപുരംകാരാ പുഷ്പവാടി കാണാൻ ഇങ്ങോട്ട് വരുന്നത്? വിനീതട്ട, അവരൊക്കെ ജോലിയുള്ളവരാ, കയ്യില് കാശുണ്ട്. സിറ്റി ലൈഫിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. അതുപോലെയാണോ നമ്മുടെ കാര്യം? നമ്മൾ എന്തിനാ ഗംഗ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത്? നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഇല്ലേ? വിഷപ്പുകയില്ലാത്ത കാറ്റ്, ജനൽ തുറന്നിട്ട മുറിയിലേക്ക് അടിച്ചു കയറുന്ന നല്ല തണുപ്പ്, ശാന്തമായ ഉറക്കം, ഇതെല്ലാം നമുക്ക് സ്വന്തമല്ലേ? എന്റെ വിനീതട്ട, അതുകൊണ്ട് എന്താ ഉപകാരം? വേറൊരിടത്തും ആരും ശ്വസിക്കുകയും ഉറങ്ങുകയും ഒന്നും ചെയ്യുന്നില്ലേ? അച്ഛനുണ്ടായിരുന്നപ്പോ എല്ലാം ശരിയായിരുന്നു, ഈ കാറ്റും മഞ്ഞും മഴയും എല്ലാം. ഇപ്പൊ നമ്മുടെ അവസ്ഥ വേറെയാ. അവസ്ഥയൊക്കെ നമുക്ക് ശരിയാക്കാം ഗംഗേ. എങ്ങനെ ശരിയാക്കുന്നു? നിളയ്ക്കൊരു ഓപ്പറേഷൻ വന്നപ്പോ നമ്മൾ ആരാന്നും നമ്മുടെ അവസ്ഥ എന്താന്നും മനസ്സിലായില്ലേ? നമുക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കണ്ടേ വിനീതേട്ടാ? ഇതല്ലേ ഗംഗേ ജീവിതം? ഇതെന്ത് ജീവിതം വിനീതേട്ടാ? സത്യം പറഞ്ഞ പട്ടണത്തിലെ ജീവിതം എനിക്ക് പേടിയാ ഗംഗേ. കരിയും പുകയും വണ്ടിയുടെ ഹോണടിയും. ഒരു രാത്രി പോലും എനിക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ ബാക്കി ജീവിതം മുഴുവൻ? നമുക്ക് നമ്മുടെ സ്വന്തം നാടല്ലേ? വിനീതേട്ടാ, ഒരാപത്തുണ്ടാവുമ്പോ നിലവിളിച്ച ഓടി വരാൻ ആളുണ്ടെങ്കിൽ, അത്യാവശ്യത്തിന് പണം കടം ചോദിച്ച 10 രൂപ കയ്യിലേക്ക് വെച്ച് തരാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അതിനെ നമുക്ക് സ്വന്തം നാടെന്ന് വിളിക്കാം. ഒരു നാട്ടില് ജനിച്ചു പോയെന്ന് കരുതി മാത്രം അവിടെ കിടന്ന് തല്ലും ചവിട്ടും മടിയും തൊഴിയും കൊള്ളണമെന്നില്ല. നമുക്ക് അംഗീകാരവും ആദരവും കിട്ടുന്നൊരു നാടുണ്ടെങ്കിൽ അത് തേടിപ്പോണം. ജീവിതം ഒന്നല്ലേ ഉള്ളു വിനീതേട്ട. കാവേരി എത്രയൊക്കെ ശ്രമിച്ചു, എന്നിട്ട് ഇപ്പോഴും ജയവും എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത് ജയപാലനാണല്ലോ. എന്നാലും ഇനിയും വിനീതേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വിനീതേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. അപ്പോ ഗംഗയും തിരുവനന്തപുരത്ത് പോകുന്നില്ല അല്ലേ? ഞാൻ പോവും. പുഷ്പവാടിയിൽ നല്ല കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും എനിക്ക് എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. വിനീതേട്ടൻ ഇവിടെ മഞ്ഞും മഴയും ഇതെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? അല്ല,